ശ്രീ മുഹമ്മദ് ഷാ, ഇവിടെ മറ്റൊരു ഭാഗത്ത് ഇരട്ടിയിലധികവും വർധന നടത്തിക്കൊണ്ടുള്ള തീരുമാനം മന്ത്രിസഭ എടുക്കുമ്പോഴാണ് ആശാ വർക്കർമാരുടെ ഗതികെട്ട ജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഞാൻ ശ്രീമതി ബിന്ദു പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നല്ല എന്താ പറയുക വലിയൊരു സ്കീമാണിത്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശാ വർക്കർ എന്ന് പറയുന്നത് അവർക്കൊരു ഹോണറേറിയം, അവർക്കൊരു ഇൻസെൻറ്റീവ്. ഹോണറേറിയം സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കണം, ഇൻസെൻറ്റീവിൻ്റെ പ്രപ്പോർഷനായിട്ട് റേഷ്യോ വൈസ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ചേർന്ന് കൊടുക്കണം. ഇത് കൊടുക്കുന്നില്ല. ഇവർ ചെയ്യുന്ന ജോലി എന്താണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല. അവരുടെ ജോലിയുടെ വലിപ്പം എത്രത്തോളമാണ്, എത്ര ഒരു വലിയ സ്കീമായിരുന്നു. ആ സ്കീമിൽ ശരിക്കും അവരുടെ പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ് പോകേണ്ട പേയ്മെൻറ്റാണ്. കാരണം അവർ ചെയ്യുന്ന സർവീസ് അതാണ്. ആ സർവീസ് ആക്ടിവിസ്റ്റാണ്. അതിൻ്റെ ഒരു സ്വഭാവം അതാണ്. അവരോട് ചെയ്യുന്ന ക്രൂരത ചെയ്തിട്ട് പറയുകയാണ് അവരുടെ പേയ്മെൻറ്റ് അരിയേഴ്സ് ഉണ്ട്, അവർക്ക് എൻഹാൻസ്മെൻ്റ് ഇല്ല, അവർക്ക് പെൻഷൻ ഇല്ല, അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ല. എന്നിട്ട് അതിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? നമുക്ക് ഡൽഹിയിൽ പോയിട്ട് ഒന്നിച്ച് സമരം ചെയ്യാം. അതാണ് മന്ത്രിയുടെ മറുപടി. ആ ഡൽഹിയിൽ കിട്ടേണ്ട പണത്തെക്കുറിച്ച് അത് വാങ്ങാനുണ്ടെന്നിരിക്കട്ടെ, ഇൻസെൻറ്റീവിൻ്റെ പോർഷൻ കിട്ടാനുണ്ടെന്നിരിക്കട്ടെ, അത് ചെയ്യാൻ വേണ്ടി എന്ത് സ്റ്റെപ്പാണ് എടുത്തത്? അതിനുവേണ്ടി ഡൽഹി പോകുന്ന ആളാണ് നേരത്തെ വന്നിരുന്നത്. അതിനുവേണ്ടി ഡൽഹി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാണ് നേരത്തെ വന്നിരുന്നിട്ട് പറഞ്ഞത് ആ പണി അവിടെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെന്തിനാ അവർക്ക് ആ സാലറി പണം കൂട്ടിക്കൊടുക്കുക? ആ ജോലി അവിടെ നിന്ന് ചെയ്യണ്ടേ? ആ ജോലി അവിടെ നിന്ന് ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഡൽഹിയിലുള്ള ആളുകൾ പറയുന്നത്, ഗവൺമെൻറ്റുകാർ പറയുന്നത് അത് ഞങ്ങളല്ല ഇവരാണ്. ഇപ്പോൾ തന്നെ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞ് ഞാൻ 200 കോടി രൂപ കൊടുക്കാനുണ്ടെന്നുള്ള വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എനിവേ അവിടെ ഉള്ളവർ ഇങ്ങോട്ട് തള്ളുക, ഇവിടെ ഉള്ളവർ അങ്ങോട്ട് തള്ളുക. എന്നിട്ട് ഇവർ പറയുന്ന ഒരു വലിയ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തുന്ന ഒരു പ്രചരണമാണ് ഏറ്റവും ഭയങ്കരം. അതായത് പെൻഷൻ കൊടുക്കാൻ പണമില്ല, പിന്നെ എന്തെങ്കിലും ഒരു കലാമിറ്റി വന്നാൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പണമില്ല, ഈ രാജ്യത്ത് ഒന്നും ചെയ്യാൻ പണമില്ല. നമ്മുടെ ഇന്ന് എക്സ്റ്റോർട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? കറണ്ട് ചാർജ് ഇന്ത്യയിൽ ഏറ്റവും വലുത്, എല്ലാ ടാക്സും മേടിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും ഹയസ്റ്റ് ടാക്സ്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിലക്കയറ്റം. ആ രൂപത്തിലേക്ക് ഇതൊരു സൈഡിൽ കൊണ്ടുപോകുന്നു. ഗവൺമെൻറ്റിൻ്റെ പൈസയില്ല. ഗവൺമെൻറ് പൈസയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുമ്പോൾ സാധാരണക്കാരന് പണം കൊടുക്കേണ്ടി വരും. സാലറി 7,000 രൂപയുടെ ഹോണറേറിയം കൊടുക്കുന്ന കാര്യത്തിനാണ് ഈ പറയുന്നത്. അതിൻ്റെ ഡ്യൂസ് വരുമ്പോൾ പണമില്ല എന്ന് പറയും. പിന്നെ പെൻഷൻ ഓഫർ ചെയ്യുകയാണ്. എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഓഫേഴ്സ് പെൻഷൻ്റെ കാര്യത്തിൽ കൊണ്ടുവരും. എന്നിട്ട് ആ ഓഫർ എലക്ഷൻ വന്നാൽ അത് ആ പർട്ടിക്കുലർ മൊമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം അത് ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് ഇതിന് മിനിമം ആത്മാർത്ഥതയൊക്കെ വേണ്ടേ? എന്നിട്ട് കേരളം നമ്പർ 1 ആണെന്ന് പറയാം. കേരളം നമ്പർ 1 ആണെന്ന് പറഞ്ഞ ഒരു മന്ത്രി അവർ പറഞ്ഞപ്പോൾ ആളുകൾ പറയുമ്പോൾ എല്ലാ പ്രൊജക്റ്റിനെയും എതിർത്തിരുന്ന ആളുകൾ കേരളം നമ്പർ 1 ആണ്. കേരളം നമ്പർ 1 ആണെങ്കിൽ അതിൻ്റെ ടാക്സ് മണിയുടെ അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് മണി കൊടുത്താൽ പോരെ, ഇവർക്ക് പണം കൊടുത്താൽ പോരെ. കർണാടക ഇപ്പോൾ അവർക്ക് അഡ്വാൻസ് ചെയ്ത് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആശാ വർക്കേഴ്സിന്. അങ്ങനെ അഡ്വാൻസ് ചെയ്ത് കൊടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. അപ്പോൾ അവർക്ക് പണമില്ല എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ കാര്യത്തിലാണ്. ഇനി ഇവർ 2 കൂട്ടരും നോക്കിക്കോളൂ. ഇവരെല്ലാവിധ അറേഞ്ച്മെൻറ്റും സെറ്റിൽമെൻറ്റ്സും ഉണ്ടാക്കിയിരിക്കുന്ന അംബാനി അദാനിയുമായിട്ട് സെറ്റിൽമെൻറ്റിലാണ്. അവർ കേരളത്തിലും തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് കൂടിയതിൻ്റെ ബേസിക് റീസൺ അതാണ്. അവരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പോൾ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ബഡ്ജറ്റുമായിട്ട് വന്നപ്പോൾ കേരളത്തിനെ പൂർണ്ണമായി അവഗണിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ പോയി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്? പൂർണ്ണമായി അവഗണിച്ചു. ഒരു ട്രെയിനിൻ്റെ ബോഗി ഉൾപ്പെടെ A to Z അവഗണിക്കുകയാണ്. അവഗണിച്ച് ഇല്ലാതാക്കി വെച്ചതിന് ശേഷം അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ വിഭജിച്ച് മതപരമായി വിഭജിച്ചിട്ട് അവരോട് വോട്ട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് മനുഷ്യരെ കബളിപ്പിക്കും? ഞാൻ പറയുന്നത് ജനങ്ങളിത് കാണുന്ന ജനങ്ങളൊന്നും മനസ്സിലാക്കണം. നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരിമാർ ആ റോട്ടിൽ 10 ദിവസമായിട്ട് കിടക്കുകയാണ് സമരത്തിൽ. അവർക്ക് ആ തുക കൊണ്ട് അവരെങ്ങനെ ജീവിക്കും നമ്മൾ ചിന്തിച്ച് നോക്കൂ. എന്നിട്ട് ആ പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ കളിയാക്കാണ്. അവരുടെ പിന്നിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകേണ്ടവരാണോ? അവർ ആക്ടിവിസ്റ്റുകളാണ്. അവർ സോഷ്യൽ ആക്ടിവിസ്റ്റുകളാണ്. ഹെൽത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സാധാരണ ജനങ്ങൾക്കിടയിൽ പണിയെടുക്കുന്ന ആളുകളാണ്. അവർ ബുദ്ധി വിവേകമുള്ള ആളുകളാണ്. അവരെ ആരോ പറഞ്ഞിട്ട് പോയത് അവരുടെ ഗതികേട് കൊണ്ട് അവരോട് പോയി കിടക്കില്ലേ? അതാണ് അവരുടെ അപ്രോച്ച്. അപ്പം ഞാൻ പറയുന്നത് ഇതൊന്ന് എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ട് ശ്രുതി ഇവരെന്തോ ഇരട്ടത്താപ്പാണ് ഇവർ പറയുന്നത്. കേരളം ഒന്നാമത് നിൽക്കുന്നു, കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നാമത് നിൽക്കുന്നു, കേരളത്തിന് ഭയങ്കര സംഭവമാണെന്ന് ഒരു സൈഡിൽ പറയും ഞങ്ങൾക്ക് പണമൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര പാപ്പരാണ്, ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പിന്നെ ആശാ വർക്കറിന് സാലറി കൊടുക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് അതൊരു സൈഡിൽ പറയും.
എന്നിട്ട് പറയും ഞങ്ങളെല്ലാം ഒന്നാമതാന്ന് പറയും. എന്നിട്ട് ഇതിനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഒരു കൊല്ലം ഇലക്ഷനാണ്. ഇലക്ഷൻ ആകുമ്പോൾ ഇത് എന്നെ കാണുന്ന ശ്രമിക്കുന്ന ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ പറയുന്നത് മുഴുവൻ പുകമറയാണ്. തരാമെന്ന് പറയുന്നത് നടക്കാൻ പോകുന്നില്ല. ഉണ്ട് എന്ന് പറഞ്ഞതും ഇല്ലാത്തതാണ്. ഇവിടുത്തെ വികസനമുണ്ട്, ഇവിടെ വലിയ തരത്തിലുള്ള വ്യവസായങ്ങളുണ്ട്. ഇതൊന്നും ഇത് വികസനമുള്ളത് ഒരു 3 വർഷം കൊണ്ട് ഉണ്ടാകുന്ന വികസനമല്ല, അത് കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ളതാണ്. ശ്രീ മുഹമ്മദ് ഷാ, ഇപ്പോൾ PSC അംഗങ്ങളുടെ വർധനയെക്കുറിച്ച്, അവരുടെ ശമ്പള വർധനയെക്കുറിച്ച് PSC ചെയർമാന് 2,24,000 രൂപയിൽ നിന്നും 3,87,000 രൂപയായി കൂട്ടുകയാണ്. അംഗങ്ങളുടെയും കൂട്ടുന്നു 3,80,000. അങ്ങനെ 20 PSC അംഗങ്ങൾ, ചെയർമാൻ അടക്കം 20 PSC അംഗങ്ങൾക്കാണ് ഈ തരത്തിൽ വലിയ തോതിലുള്ള വർധന കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് ഈ വർധന? എന്താണ് ഇവരുടെ യോഗ്യത? മുൻകാല പ്രാബല്യത്തിൽ അതെ, എന്താണ് യോഗ്യത? രാഷ്ട്രീയക്കാരാണ് എന്നൊറ്റ യോഗ്യതയാണ്. അപ്പോഴും ശ്രീ മുഹമ്മദ് ഷാ, രാഷ്ട്രീയക്കാർ എന്ന് പറയുമ്പോൾ അത് വീതം വപ്പല്ലേ ശ്രീ മുഹമ്മദ് ഷാ? ഞങ്ങളുടെ ആളുകൾക്കാണ് കൊടുക്കുന്നത് എന്നതുകൊണ്ട്, ഞങ്ങൾ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തക്കാർക്ക് അത് ലഭിക്കുമെന്നതുകൊണ്ട് മുൻകാല പ്രാബല്യത്തിൽ 2 കൊല്ലത്തെ അരിയേഴ്സ് ഉൾപ്പെടെ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഈ പണമില്ല എന്ന് പറയുന്ന സർക്കാർ, അതായത് ആശാ വർക്കർക്ക് പണം കൊടുക്കാനില്ലാത്ത സർക്കാർ, ഒരു നാച്ചുറൽ കലാമിറ്റി അഡ്രസ്സ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത സർക്കാർ, പെൻഷൻ കൊടുക്കാനില്ലാത്ത സർക്കാർ, ഡ്യൂസ് അരിയേഴ്സ് കൂട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാണ് ഇപ്പോൾ KV തോമസിൻ്റെ ഇൻക്രിമെൻറ്റും ഒക്കെ വന്നിരിക്കുന്നു. ഇതെല്ലാം കൊടുക്കുമ്പോൾ ഇവരുടെ യോഗ്യത ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആള് എന്നതാണ് യോഗ്യത. ഞങ്ങളുടെ ആളുകളാണ് ഇരിക്കുന്നത്, അവർക്ക് ഞങ്ങളുള്ളപ്പോഴല്ലേ കൊടുക്കേണ്ടത്. ഇതാ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്, ഇറങ്ങുന്നതിന് മുമ്പ് പരമാവധി കൊടുത്തിച്ച് പോകാം എന്ന് പറയുകയാണ്. ഈ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഇവരോട് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ആശാ വർക്കേഴ്സിനോട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് ചെയ്യാൻ തന്നെയാണ് അർത്ഥം. ഇവർ പ്രവർത്തിക്കുന്ന അവരുടെ ഇടയിലാണ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പണക്കാരല്ല, സാധാരണക്കാർ, പാവങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരു മര്യാദ കാണിക്കണ്ടേ? അവരുടെ ഒരു ദിവസത്തെ ഡ്യൂ ഉണ്ടാകാൻ പാടുണ്ടോ? എത്ര തുകയാണ് അവർക്ക് കൊടുക്കുന്നത്? ഈ പറഞ്ഞ 2 ലക്ഷം 3 ലക്ഷം ഒന്നുമല്ല, ഈ 7,000 രൂപ അല്ലെങ്കിൽ അതിൻ്റെ ഇൻസെൻറ്റീവ് അതിനാണ് ഈ പിടിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കിക്കോളൂ, സർക്കാർ ജീവനക്കാരുടേത് നല്ലതുപോലെ ഇൻക്രിമെൻ്റ് കയറി വരും. പേ കമ്മീഷൻ റിവിഷനും എന്ത് റിവിഷനും എടുത്ത് കൊടുക്കാൻ തയ്യാറാണെന്നേ. ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ അവർ തയ്യാറാണ്, അഡ്വാൻസ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പം ഈ ചെയ്യുന്ന പ്രവൃത്തിയെ തിരിച്ചറിയേണ്ട ജനങ്ങളാണ്. ഇനിയിപ്പോൾ അടുത്ത 1 വർഷത്തേക്ക് വരാൻ പോകുന്ന വാഗ്ദാന പെരുമഴയായിരിക്കും. എന്താ പറഞ്ഞേ, ഉള്ള പണം വെച്ചിട്ട് ഈ ആ പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സോപ്സുമായിട്ട് ഇപ്പോൾ വരും. അതൊക്കെ വരുമ്പോൾ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് ഇനി കഴിയണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.